ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പ് ആചരണത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ്സിൽ ഒരു സംവത്സരം കൂടി കർത്താവ് ദാനമായി തന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നാം ചിന്തിച്ചതും കേട്ടതുമായ ദൈവവചനങ്ങൾ നമ്മൾ എന്തെങ്കിലും മാറ്റത്തിന് നിദാനമായോ എന്നുള്ള ചോദ്യം ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ക്രിസ്തീയ ജീവിത ശൈലി എന്നുള്ളതാണ്. അതിനാധാരമായ വേദഭാഗം റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത രീതി അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും മറന്നുപോവുകയോ മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മേലുദ്ധരിച്ച വേദഭാഗത്തിൽ നിന്നും അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്രകാരം പെരുമാറണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം അനുവർത്തിച്ചു വരുന്ന ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണോ എന്ന് നമുക്ക് വിലയിരുത്താം. മേൽപ്പറഞ്ഞ വേദഭാഗത്തെ ആധാരമാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. റിജോയ്സ് ഇൻ ഹോപ്പ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ പ്രത്യാശ നിത്യത അഥവാ എറ്റേണിറ്റിയാണ്. നിത്യതയെക്കുറിച്ച് സന്തോഷിപ്പാൻ പറയുന്നതിലൂടെ പൗലോസ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യതയാണോ എന്നുള്ളതാണ്. നാം ഒരിക്കൽ ദൈവസന്നിധിയിൽ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകവുമായി നിൽക്കുമ്പോൾ നിത്യതയ്ക്ക് നമ്മെ അർഹരാക്കുന്ന ചിലത് കൂടി കരുതിക്കൊള്ളാം. ബി പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻസ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒരു ദൈവ പൈതലിന് സഹിഷ്ണുതയിലൂടെ കഷ്ടതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നും പൗലോസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബി കോൺസ്റ്റന്റ് ഇൻ പ്രയർ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നത് മാത്രമല്ല, ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയുക എന്നുള്ളത് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരത ഉണ്ടാകണം, പ്രാർത്ഥനയിൽ വ്യക്തത ഉണ്ടാകണം, പ്രാർത്ഥനയിലൂടെ ഒരു സ്വയ സംരക്ഷണ ബോധം നമുക്ക് ഉണ്ടാകണം. Contribute to the needs of the saints and seek to show hospitality. ദൈവം നമുക്ക് നൽകിയ നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അഥവാ ആത്മീക ലോകത്തിൽ ഗുണപരമായി വിനിയോഗിപ്പാൻ ആഹ്വാനം ചെയ്യുന്നു. അതിഥി സൽക്കാരം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മര്യാദയാണെന്നും അതിൻ്റെ അതിർവരമ്പുകൾ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പൗലോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ബ്ലസ് ദോസ് ഹു കർസ് യു, ബ്ലസ് ആൻഡ് ഡു നോട്ട് കേഴ്സ് ദം. ഏത് ജീവിത സാഹചര്യത്തിലും അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ്, വീപ്പ് വിത്ത് ദോസ് ഹു വീപ്പ്. നമ്മുടെ സഹജീവികളുടെ വ്യത്യസ്തങ്ങളാകുന്ന ജീവിത അനുഭവങ്ങളിൽ അവർക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ലിവ് ഇൻ ഹാർമണി വിത്ത് വൺ അനദർ, നെവർ ബി വൈസ് ഇൻ യുവർ ഓൺ സൈറ്റ്. ഐക്യത്തിനു വേണ്ടി നിലനിൽപ്പാനും ഐക്യത്തിൻ്റെ വാഹകരായിരിക്കാനും എളിമയിൽ ജീവിപ്പാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ബി ഹോണറബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ ആൻഡ് ലിവ് പീസ്ഫുള്ളി വിത്ത് ഓൾ. നമ്മുടെ സ്വഭാവം എല്ലാവരുടെയും മുമ്പിൽ യോഗ്യമായിരിക്കണമെന്നും നാം സമാധാനത്തിൻ്റെ വക്താക്കളായി ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. നെവർ അവെഞ്ച് യുവർ സെൽഫ്. പ്രതികാര ചിന്ത ദൈവപൈതലിന് ഭൂഷണമല്ലെന്നും അവനു വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അസന്നിഗ്ധമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. നാം അറിയാതെ നമ്മിലുള്ള ചില ചെറിയ തിന്മകൾ നമ്മിലുള്ള വലിയ നന്മകളെ കെടുത്തിക്കളവാൻ കാരണമാകുന്നതായി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. എപ്രകാരം നമുക്ക് ഈ ജീവിതശൈലി പ്രാപ്യമാക്കാൻ കഴിയുമെന്ന് ഈ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിഞ്ഞ്
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ ചിന്തകൾ അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.